ഹലോ ഫ്രണ്ട്സ്, എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 25 ദിർഹംസിന് നമുക്കൊരു സൈറ്റ് സീയിങ് ബോട്ട് യാത്ര നടത്തിയാലോ? അങ്ങനത്തെ ഒരു യാത്രയൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ മിസ്റ്റർ ശ്രീജിത്ത്. എൻ്റെ ഇവിടെ നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് ഇദ്ദേഹത്തെ കണ്ടതാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ദുബായ് ഹാർബർ സൈഡിലാണ്. ഏതായാലും നമുക്ക് ആ കാഴ്ചയിലേക്ക് കടക്കാം. ഓക്കെ, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ദുബായ് ഹാർബർ സൈഡിലാണ്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ദുബായ് മറീന ഇറങ്ങിയിട്ട് അവിടുന്ന് ട്രാം സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. അതിലിറങ്ങി മിന സെയാഹി എന്ന് പറഞ്ഞ ട്രാം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടാണ് ഞങ്ങളിപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇവിടുന്ന് മുന്നോട്ട് കുറച്ചും കൂടി നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബോട്ട് കാണാൻ സാധിക്കുന്നതാണ്. ടൂർ ദുബായിയുടെ അണ്ടറിൽ വരുന്നതാണ് ആ ബോട്ടും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ ചെറിയൊരു ലൊക്കേഷനാണ്. ഏതായാലും നല്ലൊരു കിടിലൻ ലൊക്കേഷനാണ്. നല്ല എല്ലാ വ്യൂസും കാര്യങ്ങളും ഇവിടെ നിന്നിട്ട് കിട്ടുന്നുണ്ട്. ഏതായാലും ഞങ്ങൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറും 25 ദിർഹംസ് ആണ് ഇവിടുത്തെ ചാർജ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. 25 ദിർഹംസ് എന്ന് കേട്ടപ്പോൾ എന്താണ് സീറ്റ് നിനക്ക് തോന്നിയത്? 25 ദിർഹംസിന് ഇങ്ങനെ ഒരു യാത്ര എന്ന് കേട്ടപ്പോൾ വളരെ ചീപ്പായിട്ട് നല്ലൊരു യാത്രയായിട്ടാണ് തോന്നുന്നത്. അതെ, ഏതായാലും നമുക്കതൊരു ചെറിയ പൈസ ആയിട്ടാണ് തോന്നുന്നത്. ഏതായാലും എത്രത്തോളം അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് നമുക്ക് ഏതായാലും അവിടെ ചെന്നിട്ട് അറിയാൻ പറ്റും. ഏതായാലും ആ കാഴ്ച നമുക്ക് നോക്കാം. ഈ കാണുന്ന ബോട്ടുകളാണ് മെയിനായിട്ടും ടൂർ ദുബായിയുടെ പാക്കേജുകളിലുള്ളത്. ഇതിലൊരു ബോട്ടിലാണ് നമ്മളിപ്പം സൈറ്റ് സീയിങ്ങിന് വേണ്ടി ഇപ്പം പോകാൻ പോകുന്നത്. ഇതിപ്പോൾ ലീവ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ഞാനെങ്കിൽ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോറി, ക്യാഷ് 1 hour 100 ഞാൻ കൊടുക്കാം. അപ്പം ഞങ്ങളായാലും ഇതിൻ്റെ എൻട്രൻസിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റിനുള്ള ക്യാഷ് പേ ചെയ്ത് പൈസ. ഇവിടെ അതിനുള്ള കൗണ്ടർ അവൈലബിൾ ആണ്. ഏതായാലും ഇതിൻ്റെ ഇൻസൈഡ് ഇതാണ്. ഇതിൻ്റെ ഉൾവശം ഇങ്ങനെയാണ്. കാരണം ഇവിടെ സീറ്റിംഗ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ എല്ലാവരും സൈറ്റ് സീയിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും മുകളിൽ കയറിയാണ് ഇരിക്കുന്നത്. നിറയെ ആൾക്കാരിങ്ങനെ കയറി വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മുകളിൽ ഇരുന്ന കാഴ്ചകളൊക്കെ കണ്ടാലോ? അപ്പോൾ ഏതായാലും ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്നടുത്ത് ഡ്രിങ്ക് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒരു ഡ്രിങ്ക്സ് അതിനകത്ത് നിന്ന് എടുക്കാൻ സാധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഇതിൻ്റെ റൂട്ടാണ്. ഇതിൻ്റെ റൂട്ടെന്ന് പറയുന്നത് ദുബായ് ഹാർബർ സൈഡ് മുതൽ ദുബായ് മറീന ബീച്ച് സൈഡ് എല്ലാം ഒന്ന് കറങ്ങി ബ്ലൂ വാട്ടർ ഐലൻഡിൻ്റെ ഏരിയയിലൂടെ JBR ഇൻസൈഡിലോട്ടുള്ള കാഴ്ചകളൊക്കെ സാധ്യമാക്കിക്കൊണ്ട് തിരിച്ച് ഹാർബറിലെത്തുന്ന ഒരു റൂട്ടാണ് ഇതുള്ളത്. ഇതാണ് ബോട്ടിൻ്റെ ഫ്രണ്ട് വശമാണ്. നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന പുള്ളിക്കാരനാണ് ബോട്ട് കൺട്രോൾ ചെയ്യുന്നത്. പുള്ളി പതുക്കെ കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പതുക്കെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഒരു സൂപ്പർ സംഗതിയായിരുന്നു കേട്ടോ. ഇതൊന്ന് ഇറങ്ങുന്ന കേട്ടോ. രണ്ടും വെച്ചാൽ ആ സംഗതി ഇറങ്ങുന്ന കണ്ടിരിക്കുന്നത്. അത് കിട്ടിയാ പ്ലെയിൻ പോയത് കിട്ടിയായിരുന്നു. ട്രെയിൻ പോകുന്ന കറക്റ്റായിട്ട് കിട്ടില്ല. ഞാൻ പെട്ടെന്ന് സംഗതി വന്ന് ഇറങ്ങിയത്. അത് അടിപൊളിയായിരുന്നു. അതെ, ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഏരിയയാണ് JBR ബീച്ച് സൈഡ്. അങ്ങ് ദൂരെ കാണുന്ന ഏരിയയിലാണ് ഞാൻ ഫ്ലൈയിങ് വീൽ കപ്പ് എക്സ്പീരിയൻസ് ചെയ്തത്. കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്.
നമുക്ക് കയറി കാണാം. ഏതായാലും ഒരു കിടിലൻ ലാൻഡ്സ്കേപ്പ് വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വാനോളം ഉയർന്നു നിൽക്കുന്ന ബിൽഡിങ്സുകൾ കണ്ടുള്ള ഒരു മനോഹര യാത്ര ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വരുന്ന ടൂറിസ്റ്റുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ അവിടെയുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് പാക്കേജുകളാണ്. നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസുകളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ JBR ബീച്ച് സൈഡിൽ ചെന്നിട്ട് അവിടെ ഓരോരോ ഏജൻസികളുണ്ട്. അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ റൈഡുകൾ എൻജോയ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതാണ് ഫ്രണ്ട്സ് ദുബായ് സ്കൈ വീൽ, ദ വേൾഡ് ലാർജസ്റ്റ് ഫെറീസ് വീലാണ് ഇത്. ഈ ഏരിയയ്ക്ക് മെയിനായിട്ട് പറയുന്നത് ബ്ലൂ വാട്ടർ ഐസ്ലാൻഡ് എന്നാണ്. ഈ JBRുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ബ്രിഡ്ജ് അവൈലബിൾ ആണ് ഇവിടെ. പതുക്കെ ബോട്ടും കാര്യങ്ങളും ദുബായ് മറീനയുടെ ഇൻസൈഡ് സൈഡിലോട്ട് ഇങ്ങനെ പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ ബോട്ട് ടൂർ ദുബായിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഏതായാലും നിങ്ങൾക്ക് വന്നാൽ ഇവിടെ ആസ്വദിക്കാവുന്നതാണ്. 25 ദിർഹംസേ ഉള്ളൂ. ഏതായാലും അതിന് കൂടുതൽ ഒരു ഡ്രിങ്ക്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഏതായാലും നല്ലൊരു സൈറ്റ് സീയിങ് എക്സ്പീരിയൻസ് നമുക്ക് 1 മണിക്കൂറത്തേക്ക് കിട്ടുന്നതാണ്. ഏതായാലും ഇപ്പം കുറച്ച് നാളത്തേക്കുള്ള ഒരു ഓഫറാണ് എന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഏതായാലും എത്രയും പെട്ടെന്ന് നിങ്ങളും വന്ന് ആസ്വദിക്കുക. ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്ന വൈകുന്നേരം സമയമാണ്, അതുകൊണ്ട് വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും നിങ്ങൾ വരുമ്പോൾ ആ ഒരു 5 മണി ടൈം നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് റിലാക്സ് ആയിട്ട് നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ പോകാം. മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മ്യൂസിക് ഒത്തിരി ഇട്ടേ നമുക്ക് കോപ്പറേറ്റ് അടിക്കും എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ടാണ് കൂടുതലായിട്ടും മ്യൂസിക് നമ്മൾ വേറെ ആഡ് ചെയ്യാൻ നോക്കുന്നത്. വീക്കെൻഡ് നമ്മൾ എൻജോയ് ചെയ്യണം ഇവിടെ. അതെ, വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ വന്നതേ ഉള്ളൂ. നമുക്ക് നടന്നു വരുമ്പോഴേക്കും കൂടുതലായിട്ടും കാഴ്ചകൾ കാണാൻ പറ്റുന്നില്ല. ഇപ്പം ബോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഫുൾ ഇങ്ങനെ റൗണ്ട് ചുറ്റി പോകുന്നത് കൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ പറ്റുന്നു. ഏതായാലും നിങ്ങളെ വന്ന് ജസ്റ്റ് എങ്ങനെയാലും കാണണം. ഞാൻ ഒന്നും കൂടി എടുത്തെടുത്തങ്ങ് പറയുന്നതേ ഉള്ളൂ. അതുപോലെ നല്ല രീതിയിൽ നമുക്ക് ഇവിടെ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കിട്ടുന്നുണ്ട്. നമുക്ക് അവരോട് എങ്ങനെ ഉണ്ടായിരുന്നുള്ള അഭിപ്രായം ചോദിച്ചേക്കാം. ഓക്കെ, ഒന്ന് പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ സൈറ്റ് സീയിങ്ങിന്റെ യാത്രയുടെ നിമിഷമായിരുന്നു. നമ്മൾ ഫാമിലിയും കൂടെ എൻജോയ് ചെയ്യുന്നത്. ഏതായാലും റേറ്റ് നമ്മുടെ പ്രൈസും കുറവായതുകൊണ്ട് നമുക്കൊരു 25 ദിർഹംസ്. അതെ, ഏതായാലും ഒരു വർത്താണ്. ഏത് ആൾക്കും ഇവിടെ വരാൻ പറ്റും. അതെ, ഏതായാലും നല്ലൊരു വർത്താണ്. ഇത് അടുത്ത് തുടങ്ങിയതാണ്, അതുകൊണ്ടൊരു ഓഫർ ഇട്ടിരിക്കുന്നതാണ്. ചാൻസ് ഇല്ല. സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫർ അവർ കൊടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങളും പെട്ടെന്ന് പോകുന്നത്. ആൾക്കാരോട് ഇങ്ങനെ നമുക്ക് ഒരു യൂട്യൂബിലുണ്ട്, അപ്പൊ അതിനകത്തോടൊന്ന് ജസ്റ്റ് പറയാമെന്ന് മാത്രം കരുതുന്നു. അതെ, സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു കാഴ്ചകൾ കണ്ടിട്ട് പോവുക, എക്സ്പീരിയൻസ് ചെയ്ത് പോവുക. ഏതായാലും വളരെ നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു. സൈറ്റിംഗ് യാത്രയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ലാസ്റ്റ് അതിൻ്റെ എൻഡിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. പതുക്കെ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അങ്ങോട്ട് തന്നെ തിരിച്ച് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഇവിടെ ഒരു 6 മണിയാകുന്നുണ്ട് ടൈം. ഞാൻ പതുക്കെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. എത്ര ആൾക്കാരാണ് ഇന്നത്തെ സവാരിക്കകത്ത് നമ്മുടെ കൂട്ടത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് സൈറ്റ് സീയിങ് കാണാൻ വേണ്ടി. ഭയങ്കര കൂടുതലായിട്ടുള്ള റഷൊന്നും ഇല്ലായിരുന്നു വീക്കെൻഡ് ആണെങ്കിലും. കാരണം ഇത് പുതിയതായിട്ട് തുടങ്ങിയുള്ളത് കൊണ്ട് കൂടുതലായിട്ട് ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വലിയ റഷും കാര്യങ്ങളൊന്നും നമ്മൾ ഫീൽ ചെയ്യാത്തത്. ഞങ്ങൾ ഫൈനലി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ബോട്ട് തിരിച്ച് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഞങ്ങൾ താഴോട്ടിറങ്ങി ഏതായാലും പോകാൻ പോവുകയാണ്. ഏതായാലും നല്ലൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ നല്ലൊരു കാഴ്ചയിലായിരുന്നു. സൂപ്പർ കാഴ്ച, നല്ല തണുത്ത കാറ്റ് കൊണ്ടിട്ടുള്ള തണുത്ത കാറ്റ് കൊണ്ടുള്ളൊരു ഈവനിങ്, നല്ലൊരു
എൻജോയ്മെൻ്റ് ആയിരുന്നു. ഏതായാലും കൊള്ളാം. അപ്പോൾ ഫ്രണ്ട്സ്, വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ദുബായിലാണെന്നുണ്ടെങ്കിൽ ദുബായ് മറീന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ട്രാം കിട്ടുന്നതാണ്. അപ്പോൾ ആ ട്രാമിൽ കയറിയിട്ട് മിന സെയാഹായ് എന്ന് പറയുന്ന ഒരു ട്രാം സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഒരു 750 മീറ്റർ നടക്കാനുള്ള ദൂരമുള്ളൂ. അങ്ങനെ 750 മീറ്റർ നടന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാം. അങ്ങനെ ടിക്കറ്റ് എടുത്ത് നമുക്ക് സൈറ്റ് സീയിങ് ആസ്വദിക്കാവുന്നതാണ്. ഏതായാലും നിങ്ങളെല്ലാം വന്ന് കണ്ട് ആസ്വദിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം? ബോട്ടിൽ കയറിയുള്ള നല്ലൊരു കിടിലൻ വ്യൂ ആയിരുന്നു. നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. ഏതായാലും നിങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഏതായാലും എൻ്റെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ലൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നവരെ ബൈ ബൈ. ബൈ. Bye.